ഒന്നുകിൽ ഞാനിത് പിടിച്ചു കയറും, രക്ഷപ്പെടും. ഇല്ലെങ്കിൽ ഇതോടെ ഞാനിവിടെ ഇല്ലാതാകും. ഫ്ലാഷ് ബാക്ക്. നസീർ സാറ് മനസ്സ് വിഷമിച്ചാൽ മരിച്ചെന്ന് പറഞ്ഞു. നിനക്ക് എന്തിന്റെ അസുഖമാടാ? രാവിലെ ഇന്ന് ഗോതമ്പ് ദോശ കുത്തുന്നോ? കാരണം അദ്ദേഹത്തിന്റെ സ്റ്റാർഡം പോയിട്ട് എല്ലാ ദിവസം കാലത്ത് മേക്കപ്പ് ഇട്ട് ഇറങ്ങുമെന്ന് പറയണത്. കാരണം സിനിമയില്ല. ഈ വീട്ടിലെ തന്തയ്ക്കും പിള്ളേർക്കും ഒക്കെ പ്രാന്താ. എന്നിട്ട് ബഹദൂർ ഇക്കടക്ക് വീട്ടിൽ പോയിരുന്ന് കരയുമായിരുന്നു അടൂർ ബാസി സാറിന്റെ അടുത്തൊക്കെ. കരഞ്ഞ് അങ്ങനെ മനസ്സ് വിഷമിച്ചാൽ മരിച്ചെന്ന് പറഞ്ഞു. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഈ തിനീട്ടവും പറഞ്ഞിരിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് മണിയമ്പിള്ള രാജു എനിക്ക് പറഞ്ഞു തന്നെ. ഒരിക്കലില്ല. കരകയറാൻ വേണ്ടി കരകാട്ടമല്ല, കരാട്ടെ വരെ ഞാൻ ചെയ്യും. ഇവനൊന്നും നസൂസിനെ കണ്ടിട്ട് പോലുമില്ല. ഞാൻ 10-15 പടങ്ങളിൽ അഭിനയിച്ചിട്ടുള്ളതാണ്. ബഹളം ഉണ്ടാക്കരുത്, ഇതിപ്പോ നമ്മൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഈ തിനീറ്റവും മണ്ടത്തനങ്ങൾ പറഞ്ഞ് മുമ്പ് വിവാദങ്ങളിൽ ചെന്നപ്പെട്ടിട്ടുണ്ട്. എന്റെ കൊച്ചേട്ട നിങ്ങൾക്കും കൂടിയോ? നാലാളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്തിനിങ്ങനെ ഇത്രയും മഹാന ഒരാളിനെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് പറയും. ഇവന് ഭ്രാന്താണെന്ന് തോന്നുന്നത് അറിയാത്ത. ഇത്രയും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഒരു ജനമുണ്ട് ഇവിടെ. അവരെല്ലാം തിനിയെ കല്ലെറിയും. മരിച്ചു മാപ്പ് പറയാൻ പറയണം. അല്ലറ ചില്ലറ പണി ചെയ്ത് കഴിയുന്ന ഞങ്ങളെപ്പോലുള്ള മലയാളികളുടെ പേരൂടെ തന്നെപ്പോലുള്ള അലവലാദികൾ വന്ന് നാറ്റിക്കും. ആരോ കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞപ്പോ ഫൗണ്ടേഷൻകാര് വിളിച്ചിരുന്നു, അവർ കേസ് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ എവിടെ നിന്നോ കോഴിക്കോട് എവിടെ നിന്നൊക്കെ കേസ് വരുന്നുണ്ട്. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ? ഇവന് അഹങ്കാരം തലക്ക് കയറിയതാണ്. എന്ത് ചെയ്യാനും പറഞ്ഞിട്ട് 2 പടം വന്ന ഉടനെ ഒരു പരിസരം പറഞ്ഞ് പണ്ട് നടന്ന രീതികളൊക്കെ മറക്കുന്ന ആൾക്കാരെ ഇവരൊക്കെ. പാവം